നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ വീണ്ടും കാലാവസ്ഥാ വകുപ്പിന്റെ ശക്തമായ മുന്നറിയിപ്പ് തിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മുതൽ ശക്തമായ മഴയ്ക്ക് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. വിവിധ ജില്ലകളിൽ മഴയുടെ ശക്തി വ്യത്യാസപ്പെട്ടിരിക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, കൊല്ലം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയാണുള്ളത്. നാളെയും മറ്റന്നാളും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ഇതിനിടെ നദിയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഇനി പറയുന്ന നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പ് നൽകിയിട്ടുള്ള യെല്ലോ അലർട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തീരത്തുള്ളവർ ജാഗ്രതയും പാലിക്കുക. യെല്ലോ അലർട്ട് തിരുവനന്തപുരം, വാമനപുരം, മൈലമൂട് സ്റ്റേഷൻ, പത്തനംതിട്ട, അച്ചൻകോവിൽ, കല്ലേലി, കോന്നി GD സ്റ്റേഷൻ, പാലക്കാട്, ഭാരതപ്പുഴ, വണ്ടാഴി സ്റ്റേഷൻ, തൃശൂർ, ചാലക്കുടി, വിറ്റിലപ്പാറ സ്റ്റേഷൻ. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കടക്കുവാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാൻ തയ്യാറാകണം. ഇതിനിടെ ഇന്ത്യയിൽ മിന്നലേറ്റുള്ള മരണനിരക്ക് കൂടുന്നതായും റിപ്പോർട്ട് വരുന്നുണ്ട്. 1967 മുതൽ 2020 വരെ രാജ്യത്ത് മിന്നലേറ്റ് 1,00,000-ലധികം പേർ മരിച്ചതായാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. ഒരിക്കൽ അപൂർവമായി സംഭവിച്ചിരുന്ന മിന്നൽ ഇപ്പോൾ രാജ്യത്ത് സ്ഥിരം ജീവഹാനി വിതയ്ക്കുന്ന ഭീഷണിയെ മാറി. 2025 മാർച്ച് മുതൽ ജൂലൈ വരെ ആന്ധ്രാപ്രദേശിൽ മാത്രം 54 പേർ മിന്നലേറ്റ് മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബംഗാൾ, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും മിന്നൽ മരണങ്ങൾ വർദ്ധിച്ചു. മിന്നൽ സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണെങ്കിലും കാലാവസ്ഥാ മാറ്റം, നഗരവൽക്കരണം, വനനശീകരണം, വായുവിലെ ഉയർന്ന എയറോസോളിന്റെ അളവ് തുടങ്ങിയവ മിന്നലിന്റെ ആവർത്തനവും തീവ്രതയും വർദ്ധിപ്പിക്കുന്നു. കോൺക്രീറ്റ്, അസ്ഫാൾട്ട് പോലുള്ള ചൂട് ആഗിരണം ചെയ്യുന്ന വസ്തുക്കളുടെ സാന്നിധ്യം മൂലം നഗരങ്ങളിൽ ചൂട് കൂടുകയും അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട് എന്നീ പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുമൂലം അന്തരീക്ഷത്തിലെ ചൂടുള്ള വായു വേഗത്തിൽ ഉയർന്ന് ശക്തമായ ഇടിമിന്നൽ മേഘങ്ങളായി രൂപപ്പെടുന്നു. കൂടാതെ മലിനീകരണം മൂലമുള്ള എയറോസോൾ കണങ്ങൾ മേഘങ്ങളിലെ ഐസ് അളവ് കൂട്ടി വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ശക്തിയേറിയ മിന്നലിനുള്ള സാധ്യത കൂടുന്നു. ഇന്ത്യൻ ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ചേർന്ന ഡാമിനി ആപ്പ് എന്ന മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മിന്നലിന് 40 മിനിറ്റ് മുമ്പ് അലർട്ട് ലഭിക്കും. പ്രത്യേക മിന്നൽ മുന്നറിയിപ്പ് സംവിധാനമുള്ള ബീഹാറിൽ 2025 മാർച്ച് മുതൽ ഏപ്രിൽ വരെ 99 മിന്നൽ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം മിന്നൽ മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലാണ്. പൊതുജന ബോധവൽക്കരണം, വിവര വിനിമയ സംവിധാനം മെച്ചപ്പെടുത്തൽ, മിന്നൽ പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മിന്നൽ ദുരന്തങ്ങൾ വരും വർഷങ്ങളിൽ ഇനിയും കൂടും. ശാസ്ത്രലോകത്തെ തന്നെ അമ്പരപ്പിച്ച ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നൽ 2017 ഒക്ടോബറിലാണ് സംഭവിച്ചത്. US കിഴക്കൻ ടെക്സാസ് മുതൽ കാൻസസ് സിറ്റി വരെ 828.8 കിലോമീറ്ററാണ് ഈ ഇടിമിന്നൽ നീണ്ടു നിന്നത്. ഒരു കാറിൽ ഇത്തരം ദൂരം സഞ്ചരിക്കാൻ 9 മണിക്കൂറും വിമാനത്തിൽ 90 മിനിറ്റും വേണ്ടിവരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ലോക കാലാവസ്ഥാ സംഘടന ഈ പ്രതിഭാസം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2020 തെക്കൻ US വ്യാപിച്ച ഒരു കൊടുങ്കാറ്റിനിടെ ഉണ്ടായ ഇടിമിന്നൽ, അതായത് 477 മൈലാണ് ഇതിനു മുൻപുണ്ടായിരുന്ന റെക്കോർഡ്. 2017 മിന്നലിന്റെ ദൈർഘ്യം അളക്കപ്പെട്ടപ്പോഴാണ് ഈ റെക്കോർഡ് പിന്നിലായത്. ഇതിനിടെ മുംബൈയിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഉരുൾപൊട്ടലിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. നിരവധി പേർക്ക് പരിക്ക്. വിക്രോളിയിലെ വർഷനഗർ മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ദുരന്ത നിവാരണ വകുപ്പ് മരണങ്ങൾ സ്ഥിരീകരിച്ചു. 50-കാരനായ സുരേഷ് മിശ്ര, 19-കാരിയായ ഷാലു മിശ്ര എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2:30-ഓടെ കുന്നിന് മുകളിൽ നിന്ന് മണ്ണും പാറകളും ഒരു കുടിലിന് മുകളിലേക്ക് ഒലിച്ചെത്തുകയായിരുന്നു. കുടിലിൽ ഉറങ്ങിക്കിടന്ന 4 പേർക്കും പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ രാജാവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 2 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആരതി മിശ്ര, ഋതു മിശ്ര എന്നിവരാണ് ചികിത്സയിലുള്ളത്.
വെള്ളിയാഴ്ച രാത്രി മുതൽ നഗരത്തിൽ കനത്ത മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി. ചിലയിടങ്ങളിൽ വീടിനകത്തും വെള്ളം കയറിയതായി റിപ്പോർട്ടുണ്ട്. ഇന്നലെ രാത്രി മാത്രം നഗരത്തിൽ ശരാശരി 99.61 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കിഴക്കൻ പ്രദേശങ്ങളിൽ 142.80 മില്ലിമീറ്റർ മഴ പെയ്തു. നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ 144.57 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. അർദ്ധരാത്രി കഴിഞ്ഞാണ് മഴയുടെ ശക്തി കൂടിയത്. അന്ധേരി, കുർല, ചെമ്പൂർ തുടങ്ങിയ ഇടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. വൻതോതിൽ വെള്ളക്കെട്ടുണ്ട്. റോഡുകളും റെയിൽവേ ട്രാക്കുകളും എല്ലാം മുങ്ങിക്കിടക്കുകയാണ്. മുംബൈയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. മുംബൈയിലും റായ്ഗാഡിലും അതിതീവ്ര മഴ ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആരും വീടിന് പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് മുംബൈ പോലീസും നിർദ്ദേശിച്ചു. ആവശ്യമെങ്കിൽ 100, 112, 103 തുടങ്ങിയ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്നും അധികൃതർ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ തെലങ്കാനയിലും കനത്ത മഴയായിരുന്നു. കുക്കാട്ടുപള്ളിയിലെ ചില മേഖലകളിൽ മരങ്ങൾ കടപുഴകി കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെക്കന്ദരാബാദ്, തിരുമലഗിരി തുടങ്ങിയ ഇടങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നഗരത്തിൽ മിക്കയിടത്തും വെള്ളക്കെട്ടുണ്ട്. അഴുക്കുചാലുകൾ കവിഞ്ഞൊഴുകുകയാണ്. സുരറാം ജംഗ്ഷനിൽ മുട്ടോളം വെള്ളമുണ്ട്. ഇതുമൂലം ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കമ്പോളം നടക്കുന്നതിനിടെയുണ്ടായ കനത്ത മഴയിൽ കച്ചവടക്കാരെ പച്ചക്കറികളും മറ്റും അവിടെ ഉപേക്ഷിച്ച് പോകുവാൻ നിർബന്ധിതരാക്കി. ഇതിനിടെ ഹിമാചൽ പ്രദേശിൽ കാലവർഷക്കെടുതിയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ ഇതുവരെയുള്ള മരണസംഖ്യ 257 ഉയർന്നു. ഇതിൽ 133 മരണങ്ങൾ മഴയുമായി നേരിട്ട് ബന്ധമുള്ള അപകടങ്ങളിൽ ഉണ്ടായവയാണ്. മഴയുമായി ബന്ധപ്പെട്ടുള്ള റോഡ് അപകടങ്ങളിൽ 124 പേർ മരിച്ചു. സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം, മണ്ണിടിച്ചിൽ, മിന്നൽ പ്രളയം എന്നിവ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പ്രകാരം 2 ദേശീയ പാതകൾ അടക്കമുള്ള 406 റോഡുകളിൽ ഗതാഗതത്തിന് തടസ്സം നേരിടുകയാണ്. ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്തെ 222 ജലവിതരണ പദ്ധതികളും 457 ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളും തകരാറിലായി. മണ്ഡി ജില്ലയിലാണ് ഏറ്റവും അധികം റോഡുകൾ അടച്ചിട്ടിരിക്കുന്നത്. ജില്ലയിലെ 174 റോഡുകൾ ഗതാഗതത്തിന് തടസ്സം നേരിടുകയാണ്. ഏറ്റവും അധികം ജലവിതരണ പദ്ധതികൾ നാശം നേരിട്ടത് മണ്ഡി ജില്ലയിലാണ്. ലൗഹോൾ, സ്പിറ്റി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണവും തകരാറിലായി. വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടരുവാനുള്ള സാഹചര്യങ്ങളുണ്ടെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിച്ച അധികൃതർ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.